നമസ്കാരം. നടൻ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിലേക്ക്. ക്യാബിനറ്റ് പദവിയോടെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ എത്തുന്നത് എന്നാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം. അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അനുസരിക്കുന്നു, മറ്റൊന്നും അറിയില്ല. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന് ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ഉച്ചയോടെ അദ്ദേഹവും ഭാര്യ രാധികയും ഡൽഹിക്ക് തിരിച്ചു. വൈകിട്ട് 7:15 മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ. ഒരു വട്ടം തോൽപ്പിച്ചിട്ടും തൃശൂരിനെ താരം കൈവിടാൻ തയ്യാറായില്ല. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമയം പിന്നീട് അദ്ദേഹം തൃശൂരിൽ ചിലവഴിച്ചു. പൊതുപ്രശ്നങ്ങളിൽ സജീവമായി ഇടപെട്ടു. ഇതിനൊപ്പം സ്വന്തം നിലയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവും ലഭ്യമാക്കി. ഇതിന്റെ പ്രതിഫലനമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താരം വിജയിക്കാൻ കാരണമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിലാണ് അടുപ്പമുള്ളവരിൽ ഏറെ പേരും സുരേഷ് ഗോപിയുടെ മന്ത്രിസ്ഥാനത്തെ നോക്കിക്കാണുന്നത്. ഇടത് വലതു മുന്നണി സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയാണ് തൃശൂരിൽ സുരേഷ് ഗോപി മിന്നും വിജയം സ്വന്തമാക്കിയത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ താരത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ ഇടം ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. ഇത്തരത്തിൽ വലിയ പ്രചാരണവും നടന്നിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് അദ്ദേഹത്തിന് ലഭിക്കുക എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുന്നതോടെ സുരേഷ് ഗോപി കേരളത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്ന കാര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. കേരളത്തിൽ ഇടതുമുന്നണി ഭരിക്കുന്നതിനാൽ കേന്ദ്രത്തിലെ BJP സർക്കാർ വേണ്ടത്ര സഹായങ്ങൾ ലഭ്യമാക്കില്ല എന്നും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചാലും സ്ഥിതിയിൽ മാറ്റമുണ്ടാവില്ല എന്നും ഇടത് അനുഭാവികൾ സാമൂഹിക മാധ്യമങ്ങളിലും കൂട്ടായ്മകളിലും മറ്റും ഇതിനകം തന്നെ ശക്തമായ പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രചാരണത്തിൽ അടിസ്ഥാനമില്ലെന്നും പ്രവൃത്തി കൊണ്ട് സുരേഷ് ഗോപി ഇതിനെ മറികടക്കുമെന്നുമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം. M4 മലയാളം, കൊച്ചി.